സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സനസയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനസ, ഗുഡ് ആഫ്റ്റർനൂൺ. ഏത് ജില്ലകളിലൊക്കെയാണ് യെല്ലോ അലർട്ട്, റെഡ് അലർട്ട് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? അജയ്, നിലവിൽ വരുന്ന 24 വരെ ഒരു ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വിവിധ ഇടങ്ങളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ 24 വരെ നൽകിയിട്ടുണ്ട്. ഇന്ന് 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. കൂടാതെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുതിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡും കണ്ണൂരും കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പുണ്ട്. കൂടാതെ തന്നെ നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ ഒഴികെ ബാക്കി 12 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിനം. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമുണ്ട്. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മറ്റന്നാൾ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് എന്നാൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ബാക്കി ജില്ലകളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നതാണ്. നാലാമത്തെ ഈ ആഴ്ചയിലെ 4ാമത്തെ ദിവസം 23-ാം തീയതി വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, കാസർഗോഡ്, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. 24-ാം തീയതി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുകളാണ് ഒരാഴ്ചത്തേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ശക്തമായി തന്നെ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം. ഈ ശക്തമായ മഴയ്ക്കൊപ്പം 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതാ പ്രവചനം കൂടി നൽകിയിട്ടുണ്ട്. മിന്നലിനുള്ള സാധ്യത 23 വരെ, നാളെയും ഒക്കെ മിന്നലിനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ കാറ്റും മഴയും ഒക്കെ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ ഈ അറബിക്കടലിനും കേരളത്തിനും കർണാടകത്തിനും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ശക്തിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് മണിക്കൂറുകൾക്കകം തന്നെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു അതിതീവ്ര ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മഴ കനത്ത് പെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരുകയാണ്. അജി.